നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്താണിത് നെയ്മർക്ക് മാത്രം ഇതൊക്കെ ബാധകമാവുന്നത്? ഫിറ്റ്നസ് ഉണ്ടാവണം, ഫോം ആവണം, ടെക്നിക്കൽ എബിലിറ്റി മികച്ചതാവണം. ഇതൊന്നും മറ്റ് താരങ്ങൾക്ക് ബാധകമല്ലേ? ബ്രസീൽ ടീമിൻ്റെ കോളപ്പിൻ്റെ തൊട്ട് തലേ ദിവസം കാസിമിറോ പറയുകയാണ്. കാസിമിറോയാണ്, ശ്രദ്ധിക്കണേ. ബ്രസീലിൻ്റെ താരം കാസിമിറോ അല്ല. ബ്രസീലിലെ പ്രമുഖ ഇൻഫ്ലുവൻസർ, ഫുട്ബോൾ ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെയാണ് ഇനി അവിടെ ലാലിഗ സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്, യൂട്യൂബ് ചാനലിലൂടെ. അറിയോ നിങ്ങൾക്ക്? സാൻഡോസിൻ്റെ പല കളികളും കാസിമിറോ ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. കാസിമിറോ ടി വി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലാണ്. ഫുട്ബോളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന അവിടുത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സ്പോർട്സ് ഇൻഫ്ലുവൻസറാണ്. സോ കാസിമിറോയാണ് ഇത് പറയുന്നത്. കാസിമിറോ അദ്ദേഹം പറയുന്നു, ആളുകൾ നെയ്മർ ജൂനിയറുടെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ച് ഡിബേറ്റ് നടത്തുകയാണ്. നെയ്മറിൻ്റെ സൈക്കോളജിക്കൽ കണ്ടീഷൻ എന്താണ്, ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്, നെയ്മറുടെ ടെക്നിക്കൽ കണ്ടീഷൻ എന്താണ്, എന്താണോ ഇതൊക്കെ, നെയ്മറുടെ ഓഫ് ഫീൽഡ് സ്റ്റഫ് എന്താണ്. അതേസമയം അലക്സാൻഡ്രോ ടെക്നിക്കലി പുവറാണ്. ഡാനിലോ ഫ്ലമിംഗോയിൽ റിസർവാണ്. പക്വേറ്റ നല്ല ഫിസിക്കൽ ഷേപ്പിലല്ല. ആലീസൺ നല്ല ഫിസിക്കൽ ഷേപ്പിലല്ല, പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എഡേഴ്സൺ ഫെഡർബാഷയിൽ നല്ല രൂപത്തിലല്ല പ്രകടനം നടത്തുന്നത്. ബെൻഡോ അൽ നസറിൽ നല്ല രൂപത്തിലല്ല പ്രകടനം നടത്തുന്നത്. അവരുടെ കിരീടം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന അവസ്ഥയായി. ആർക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും നെയ്മറെ പറ്റി മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യ നെയ്മർ ഈ പറയുന്ന വേൾഡ് കപ്പിന് കൊണ്ടുപോകുമെന്ന് ഇപ്പോഴേ ഉറപ്പിച്ചിട്ടുള്ള പലരേക്കാളും ബെറ്റർ ഷേപ്പിലും ബെറ്റർ ആയിട്ടുള്ള പ്രകടനത്തിലും ആടോ. എന്നിട്ട് ആർക്കും അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയില്ല, ഡിബേറ്റ് ഇല്ല. ഇപ്പോൾ ഫ്ലെമിംഗോ ഫാൻ ബേസ് ഉണ്ടല്ലോ, ഏറ്റവും ക്രേസിയസ്റ്റ് ആയിട്ടുള്ള ഫാൻ ബേസാണ്. അവർ പോലും പറയുന്നു അലക്സാൻഡ്രോ ഈസ് ഇൻ ഡൂയിങ് വെൽ എന്നുള്ളത്. എന്നിട്ട് അലക്സാൻഡ്രോയെ വേൾഡ് കപ്പ് ടീമിൽ എടുക്കുന്നത് ആർക്കും ഒരു എതിർപ്പില്ല. നെയ്മറുടെ കാര്യത്തിൽ മാത്രം ഇതൊക്കെ വലിയ പ്രശ്നം. ഇതാണ് ഇപ്പോൾ കാസിമിറോ പറയുന്നത്. ഏതായാലും നെയ്മർ വേൾഡ് കപ്പിന് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകളൊക്കെയും. ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. നമ്മൾ പറയുന്നത് വെറുതെ അല്ല, ബ്രസീലിന് ലഭിക്കുന്ന സോഴ്സുകൾ വെച്ചാണ് പറയുന്നത്. ഇന്ന് രാത്രി കോച്ച് പ്രഖ്യാപിക്കുമ്പോൾ നെയ്മർ ഉണ്ടാകുമെന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. ഏതായാലും നെയ്മർക്ക് ഫിസിക്കൽ കണ്ടീഷൻ, സൈക്കോളജിക്കൽ കണ്ടീഷൻ, ടെക്നിക്കൽ കണ്ടീഷൻ, ഓഫ് ഫീൽഡിൽ അവൻ പ്രശ്നക്കാരെന്നൊക്കെ പറയുന്നവർ മറ്റ് താരങ്ങളുടെ അവസ്ഥ കൂടി നോക്കണം. അതാണ് കൃത്യമായിട്ട് കാസിമിറോ പറയുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.